ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അപ്പോൾ 2 ദിവസം ലീവ് ആയതുകൊണ്ട് ശനി ഞായർ ആയതുകൊണ്ട് തിങ്കളാഴ്ച പോകാനായിട്ട് ഭയങ്കര മടിയാണ് ഗൈസ്. ഈ പിള്ളേരുടെ കൂട്ട് തന്നെയാണ് ഇപ്പോഴും കേട്ടോ. +2 കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും ഞാൻ എന്താ പറയുക, പഴയ ആ +2 കാലം തന്നെയാണ് ഇപ്പോഴും കേട്ടോ. പോകാൻ ഒടുക്കത്തെ മടിയാണ്. കാരണം അവിടെ പോയി ഇത്ര പാടില്ലായിരുന്നു ഗൈസ്. ഇതിപ്പം ജോലിയുടെ പുറത്ത് പോസ്റ്റിംഗ്, ക്ലാസ് വയ്യ ഗൈസ്. ഭയങ്കര ഇതാണ്. കോളേജിൽ നമ്മൾ കോളേജിൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ 10ലൊക്കെ പഠിക്കുമ്പോൾ, 10ൽ നിന്നല്ല, കുഞ്ഞിലെ ആകുമ്പോൾ ഈ വലിയ പിള്ളേരിങ്ങനെ ഓരോ കോളേജ് ബാഗൊക്കെ തൂക്കി പോകുമ്പോൾ കോളേജിൽ പോയാൽ ഇതെന്ത് രസമാണ്, ഒന്നും പഠിക്കണ്ട, ഒന്നും ജോലി ചെയ്യണ്ട, പോകുമ്പോൾ തോന്നുമ്പോൾ പോയാൽ മതി, തോന്നുമ്പോൾ അല്ലെങ്കിൽ പോകണ്ട എന്നൊരു രീതിയായിരുന്നു എനിക്ക് കാണുമ്പം കേട്ടോ. ഇപ്പോഴല്ലേ നോക്കിക്കാണുന്നത് പോലല്ല ജീവിതം. അതിലോട്ടടുത്തപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ മനസ്സിലായി ഒടുക്കത്തെ പാടാണെന്ന്. നമ്മളീ കാണുന്നത് പോലെയല്ല. എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിലപ്പുറം പ്രഷർ എടുത്ത് തലയിൽ വെച്ചിട്ടാണെന്ന് എനിക്കിപ്പം മനസ്സിലായി കേട്ടോ. അങ്ങനെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഇപ്പം അധികം എന്താ പറയുക, കൊച്ചു പിള്ളേരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ ഇവിടെ ഒരു അനിയനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എടാ ഇതാണ് ബെസ്റ്റ് ലൈഫ്, അവൻ എവിടെ എങ്ങനെയും ഒന്ന് പഠിച്ച് വലുതായാൽ മതി എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. പുള്ളിയുടെ വാദം കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും പോട്ടെ. അപ്പം ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഗൈസ്, ഇന്നലെ രാത്രി ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ എണീക്കാൻ ഒടുക്കത്തെ മടിയായിരുന്നു. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അതേസമയം ശനിയാഴ്ച രാത്രി ഈ മഴ പെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയിൽ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പിറ്റേന്ന് കിടന്നുറങ്ങാമല്ലോ. ഇത് അല്ലേ ആസ്ഥാനത്താണ് ഗൈസ് കിട്ടുന്നത്. ഈ മുടി പിന്നെ ഒരു സൈഡിലും കെട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു വേറെ ഒരു രീതിയിലൊക്കെ എടുത്ത് ഫ്രണ്ടിലൊക്കെ കുറച്ച് ഇതൊക്കെ ആയിട്ട് കെട്ടാനും, പക്ഷെ ശരിയാവില്ല ഗൈസ്. അവസാനം ലാസ്റ്റ് എൻ്റെ ആ പഴയ ഹെയർ സ്റ്റൈലിലോട്ട് തന്നെ ഞാൻ വരും കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫ്രണ്ടിലൊക്കെ കുറച്ച് റെഡിയാക്കി വെക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും സാധിച്ചില്ല. പിന്നെ ഞാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ അങ്ങ് പറക്കും ഗൈസ്. എണ്ണ തേക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ തലയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ ഇരിക്കത്തില്ല കേട്ടോ. ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് പറന്ന് ആകെക്കൂടി ഇന്നലെ എല്ലാം ഉറങ്ങി എണീറ്റ് വന്ന ലുക്കാവും കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ.